മറ്റൊരു അപകട വാർത്തയിലേക്ക് പോയാൽ വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ന് രാത്രിയോടുകൂടി മുംബൈയിലെത്തും. 9:30 മണിക്ക് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകും. ഇതിൽ 2 മലയാളികളുണ്ട്. അവരുടെ അടക്കം 15 ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് വിയറ്റ്നാമിൽ മരിച്ചത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശരത്ത്, എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? സേതുലക്ഷ്മി, ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ 2 മലയാളികളടക്കമുള്ള മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം മുംബൈയിലെത്തുന്നത്. മുംബൈയിൽ 9:30 മണി 10 മണിയോടെ മുംബൈയിലെത്തുകയും മുംബൈയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക്, ആന്ധ്രയിലേക്ക്, കേരളത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അത് ചൊവ്വാഴ്ച രാവിലെയോടുകൂടി തന്നെ കേരളത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയോടെ തന്നെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോടെ തന്നെ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാത്രമേ വിയറ്റ്നാമിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പുറപ്പെടുകയുള്ളൂ. കാരണം പോസ്റ്റ്മോർട്ടവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എംബാമിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിമാനത്തിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രാത്രി 9:30 മണിയോടെ ഈ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിയറ്റ്നാം എയർലൈൻസിന്റെ പ്രത്യേക വിമാനം ബോംബെയിലെത്തും. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്.